ഇനി നമുക്ക് പുതിന ഒന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് കഴുകിയ പുതിന മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകിയ പച്ചമുളക് കൂടെ ചേർക്കാം. പച്ചമുളക് രണ്ടായിട്ടൊന്ന് മുറിച്ച് ചേർക്കാം. അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയാണ് ചേർക്കേണ്ടത്. നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. 1 സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം കൂടിപ്പോകരുത്. വെള്ളം കൂടുതൽ ഒഴിച്ചാൽ നന്നായിട്ട് അരഞ്ഞു കിട്ടത്തുമില്ല, എല്ലാം മിക്സിയിൽ നിന്ന് വെളിയിൽ വരും. അതുകൊണ്ട് വളരെ കുറച്ച് അരയാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഒരു